പുരുഷന്മാരുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണ്. ഇത് മുകളിലത്തെ നിലയിലാണ്. താഴെ സ്ത്രീകൾക്കും ഉണ്ട്. താഴെയാണ് സ്ത്രീകളുടെ വാർഡ്, അതുപോലെ പുരുഷന്മാരുടെ മുകളിലുമാണ്. ഇവിടെ സമയമൊക്കെ കൊടുത്തിട്ടുണ്ട്, സന്ദർശന സമയം കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് മുകളിലെ ഒരു നമ്മുടെ മെയിൻ വാർഡിൻ്റെ ഒരു വരാന്ത. ഇങ്ങനെ ഒരു ഗ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് വെളിയിലോട്ട് നോക്കിയാൽ മെയിൻ റോഡിൽ തന്നെയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് നല്ലൊരു വ്യൂവും കാണാം. അപ്പം കൂടുതൽ ആൾക്കാരും ഇവിടെ ഇന്നാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാനോ പോകാനോ ഒന്നും ഇവിടെ സമ്മതിക്കുന്നതല്ല. രാവിലെ എഴുന്നേറ്റതിന് ശേഷമുള്ള വ്യൂ ആയിരുന്നു. അതിന് ശേഷം ഞാൻ നേരെ പോയി ബിസ്ക്കറ്റ് എടുക്കുകയാണ്. നമുക്ക് രാവിലെ ചായ വന്നില്ല, അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി. ഇപ്പം നമ്മുടെ വാർഡിൽ 3 പേരേ ഉള്ളൂ. 2 പേര് ഡിസ്ചാർജ് ആയി പോയായിരുന്നു. ഞാൻ വന്നതിൻ്റെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒരു ഡിസ്ചാർജ് ആയി പോയായിരുന്നു. അപ്പം ഈ അപ്പച്ചനാണ് നമുക്ക് ഹോർലിക്സിൻ്റെ പൊടി തരുന്നത്. പുള്ളിയുടെ ഒരു കുറേ ഹോർലിക്സും ബൂസ്റ്റും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം എനിക്ക് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ബിസ്ക്കറ്റും നമ്മൾ ഈ ഹോർലിക്സ് വിട്ട് നമ്മൾ പാല് കുടിച്ചു. വേറൊരാളും കൂടെ ഉണ്ട്. ഞാൻ ഈ അപ്പച്ചനുമായിട്ടാണ് കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നത്. പുള്ളി കഥയൊക്കെ പറഞ്ഞ് വെറുതെ ഇരുത്തത്തില്ല, ഫോണിലെടുക്കാനേ സമ്മതിക്കത്തില്ല. അപ്പോൾ കൂടുതലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പാണ് പുള്ളി. കഴിച്ചു. നമുക്കപ്പോൾ വേസ്റ്റ് കളയാൻ വേണ്ടി ഒരു സൗകര്യമൊക്കെ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്, വാഷ് ബേസിനോട് അടുത്ത് തന്നെ. അപ്പോൾ 2 ബാസ്ക്കറ്റ് ഉണ്ട്. അതിലൊന്ന് പ്ലാസ്റ്റിക് പേപ്പർ ഐറ്റംസ് ഇടാനും മറ്റ് ഞാനിനി നമ്മുടെ വാർഡ് കാണിക്കാം. ഇതാണ് മെയിൽ വാർഡ്. 5 ബെഡുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ബെഡിലൊന്നും ആരും ഇല്ല ഇപ്പം നിലവിൽ. ഞാൻ ഈ അറ്റത്തെ ബെഡിലാണ് കിടക്കുന്നത്. എൻ്റെ അപ്പുറത്തെ ബെഡിൽ അപ്പച്ചൻ കിടക്കുന്നു. ഈ ബെഡിൽ ആരുമില്ല. ഇനി ഈ ബെഡിൽ ആ ചേട്ടന് ഉണ്ട്. ഞങ്ങൾ 3 പേരാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഫാന് ഒക്കെ സൗകര്യമുണ്ട്, പക്ഷേ ഫാനൊന്നും കൂടുതൽ ഇടാൻ പറ്റത്തില്ല, തണുപ്പൊക്കെ അടിക്കുമല്ലോ. ഒന്നാമത് മഴക്കാലമാണ് ഈ സമയത്ത്. ഫാൻ ചൂടുള്ളപ്പോൾ ജസ്റ്റ് ഇടാവുന്നതേ ഉള്ളൂ. ഫാൻ കൂടുതൽ ഉപയോഗിക്കില്ലെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ ചുമ്മാ നോക്കിയപ്പോൾ കണ്ടാണ്. എന്തിനാ ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല, എന്താണ് സംഭവത്ത്. പിന്നെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ വെളിയിലോട്ടൊന്നും വിടാത്തതുകൊണ്ട് നമ്മൾ ഈ വരാന്തയിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ നടക്കുന്നത്.
ആക്ച്വലി ആളില്ലെങ്കിൽ നല്ല മടുപ്പാണ്. പിന്നെ നമ്മൾ ഫോൺ കയ്യിലുള്ളത് കൊണ്ടാണ് കൂടുതലും സമയം പോകുന്നത്. ഡോക്ടർമാർ ഫോൺ യൂസ് ചെയ്യില്ലെന്ന് പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് വേറെ വഴിയില്ല. പിന്നെ ഞാൻ കുറച്ച് ബുക്സൊക്കെ കൊണ്ടുവന്ന് ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ ഫോൺ കുത്തി വെക്കുമ്പോൾ ഉള്ള സമയത്തൊക്കെ വായിക്കും. ഇതിപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്കിവിടെ ചെയ്തിരിക്കുന്നത് പൊടിക്കിഴി, ഇലക്കിഴി, പിന്നെ തിരുമലാണ്. പിന്നെ ഒരു വസ്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം അതിന് ശേഷം നമ്മൾ നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് 1 മണിക്കൂർ നമ്മളിങ്ങനെ ഷീറ്റ് ഇട്ടിട്ട് ഒരു ബെഡിലിങ്ങനെ കിടക്കണം. അതിന് ശേഷമുള്ള എണ്ണയാണ്, നമ്മൾ ബോഡിയിൽ പറ്റുന്ന എണ്ണയാണ് ഈ ഷീറ്റിൽ പറ്റിയിരിക്കുന്നത്. അതെല്ലാം തുടച്ച് കളയണം. അതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡേ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ന്യൂസ് പേപ്പറൊക്കെ കൊണ്ടുവരണമെന്ന് ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് പേപ്പർ വെച്ച് നമ്മൾ ആ എണ്ണ തുടച്ച് കളയും. പിന്നെ ബോഡിയിലുള്ളതും കുറച്ച് തുടച്ച് കളയും. ഈ എണ്ണ നന്നായിട്ട് തുടച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാറ്. ബെഡിൽ വിരിച്ചിരിക്കുന്ന നമ്മൾ ആ ഷീറ്റ് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതാണ്. അതൊരു 50 രൂപയ്ക്ക് മേടിച്ചതാണ്. അത് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി അത് തുടച്ച് നമ്മളൊന്ന് റെഡിയാക്കി സെറ്റാക്കി വെക്കും, നാളത്തേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. അതുപോലെ ഈ എണ്ണ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എണ്ണയൊക്കെ താഴെ വീണാൽ ഒരു ടൈലായതുകൊണ്ട് സ്ലിപ്പാകാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മളത് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് ശേഷം ഞാൻ കുളിക്കാൻ റെഡി ആകുന്നതിന് മുമ്പേ തന്നെ ഒന്ന് നമ്മുടെ ഫോൺ കൊണ്ട് കുത്തിയിടും ചാർജ് ചെയ്യാൻ. ആ സമയത്താണ് ഞാൻ ഫോൺ കൊണ്ട് ചാർജ് ചെയ്യാനിടുന്നത്. അങ്ങനെ കുളി കഴിഞ്ഞ് ഞാൻ റെഡി ആയിരിക്കുകയാണ്. കുളിക്ക് ശേഷം നമ്മൾ തലയ്ക്ക് ഒന്ന് ചീകി ഒതുക്കി വെക്കാറുണ്ട്. അപ്പം ചീപ്പൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വെളിയിൽ കണ്ണാടി ഉള്ളതുകൊണ്ട് നമുക്കത് കാര്യം എളുപ്പത്തിൽ മുടി ചീകി വെക്കാം. അതിനു മുമ്പ് നമുക്കിവിടെ രാസനാദിപ്പൊടി വന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് തലയിൽ ഇടാനവർ പറഞ്ഞു. കാരണം എനിക്ക് പനി ഉണ്ടായിരുന്നു ചെറുതായിട്ട്. അപ്പം അത് കാരണം അവരത് ഇടണമെന്ന് പറഞ്ഞു. അത് നല്ലൊരു സംഭവം തന്നെയാണ്. പനി 2-3 ദിവസം കൊണ്ട് എനിക്ക് മാറി കിട്ടിയായിരുന്നു. അങ്ങനെ മുടിയൊക്കെ സെറ്റാക്കി. എങ്ങനെയുണ്ട് അപ്പം നമ്മുടെ ലുക്ക്? ഇതിപ്പോൾ ഉച്ചയ്ക്കത്തെ റിവ്യൂ ആണ്. ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള റിവ്യൂ ആണ്. പിന്നെ ഞാൻ ജസ്റ്റ് വരാനൊക്കെ നടക്കാൻ ഇറങ്ങി. അപ്പം ഉച്ചയാകുമ്പോഴത്തേക്ക് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് കഞ്ഞി നമ്മളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെക്കും ചേച്ചി. അത് ഞാനെന്ത് ഈ ഒരു ചോറ്റുപാത്രത്തിൽ മേടിച്ച് വെക്കും. എന്നിട്ടാണ് കഴിക്കുന്നത്. പിന്നെ ഉപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ ഉപ്പിട്ട് ഞാനങ്ങ് കഞ്ഞി കുടിക്കും. എനിക്കാണെങ്കിൽ പ്രഷർ കുറവാണെന്നാണ് ഇവിടെ പറയുന്നത്. എത്ര ഉപ്പിട്ടിട്ട് പ്രഷർ ഭയങ്കര ബിലോയാണ്. അതുകൊണ്ട് നന്നായിട്ട് കുറച്ച് ഉപ്പിട്ടാണ് ഞാൻ കഞ്ഞി കുടിക്കുന്നത്. കഞ്ഞി കുടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കിടക്കും, ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പം ഉച്ചയായപ്പം ഒരാളെ പുതിയതായിട്ട് അഡ്മിഷൻ വന്നിട്ടുണ്ട്. പുള്ളി നമ്മുടെ അടുത്തുള്ള ഒരാളാണ്, അറിയത്തില്ല, അടുത്ത സ്ഥലത്തുള്ളതാണ്. നമ്മുടെ അപ്പച്ചനപ്പം ഇന്ന് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആകാൻ വേണ്ടി സുന്ദരക്കുട്ടപ്പനായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളി ഇന്ന് ഡിസ്ചാർജ് ആയിപ്പോവും. പിന്നെ കുറച്ച് നേരം ബെഡിലൊന്ന് റെസ്റ്റ് എടുക്കും. അതിന് ശേഷമാണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം കൊണ്ടുതരും. പിന്നെ നമുക്ക് അത് കഴിയുമ്പോഴത്തേക്ക് കഞ്ഞിയും കൊണ്ടുതരും. അത് മേടിച്ച് വെക്കും. കഞ്ഞി മേടിച്ചിട്ട് ഞങ്ങൾ 6:30 ആകുമ്പോഴേ കഴിക്കും. കാരണം അത് ഒത്തിരി നേരം ഇരുന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് നേരത്തെ തന്നെ കഴിക്കും. പിന്നെ ചായയായിട്ട് എന്തോ ചെയ്യും, തേയിലപ്പൊടി കൂടെ
നമ്മൾ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടുവെള്ളത്തിൽ ആ ഒരു തേയിലപ്പൊടി ഇട്ടിട്ട് നമ്മളൊരു തേയിലച്ചായയായിട്ട് അങ്ങനെ കുടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ബിസ്ക്കറ്റൊക്കെ എടുത്തുകൊണ്ട് 4 മണിക്കൊരു ചെറിയ സ്നാക്സ് പോലെ കഴിക്കാം. ഇതൊരു 6:30 കഴിയുമ്പോൾ ഉള്ളൊരു കാഴ്ചകളാണ്. ഇത് നമ്മുടെ കഷായം മരുന്നും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചതിന് ശേഷം കഴിക്കാനുണ്ട് മരുന്ന്. പിന്നെ ഞാനതിന് ശേഷം ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യും. ഇതാണ് ബാത്റൂം. നല്ലൊരു ബാത്റൂമാണ്, കുഴപ്പമില്ല, ക്ലീനാണ്. കൂടുതലും നമ്മൾ തന്നെയാണത് നോക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഞങ്ങളെല്ലാവരും കയറി കിടന്നുറങ്ങി. നമ്മുടെ അപ്പച്ചൻ ഡിസ്ചാർജ് ആയി പോയായിരുന്നേ. ഞാനങ്ങനെ ബെഡിലേക്ക് കിടക്കാൻ പോവുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു ദിവസത്തെ കാഴ്ചകൾ. അപ്പോൾ കേട്ടല്ലോ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സൗണ്ടുകളുണ്ടെങ്കിൽ ഉറങ്ങുന്ന കാര്യം അൺസൈക്കബിളാണ്. അപ്പോൾ ഞാൻ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പം ബായ്.